മലയാള സിനിമയിലെ എവർഗ്രീൻ ക്ലാസിക്കൽ ചിത്രമാണ് 1993-ൽ ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ്. ഒരു കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയാണ് ഈ മനോഹരമായ ചിത്രം. ഗതകാല സ്മരണകൾ ഉയർത്തുന്ന ഗ്രാമക്കാഴ്ചകളും നാലുകെട്ടുകളും കൊട്ടാരങ്ങളും എല്ലാം ചിത്രത്തിൽ കൂടുതൽ മനോഹരമാക്കുന്നു. ചിരിപ്പിച്ചും പേടിപ്പിച്ചും കരയിപ്പിച്ചും 32 വർഷങ്ങൾക്കിപ്പുറം നാഗവല്ലിയും ഡോക്ടർ സണ്ണിയും നകുലനും ശ്രീദേവിയുമെല്ലാം നമ്മുടെ ഇടയിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുകയാണ് സിനിമാ പ്രേമികൾക്ക് എപ്പോഴും ഇഷ്ടം. വർഷങ്ങൾക്കിപ്പുറം മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയും ശ്രീദേവിയും നകുലനും ഗംഗയും എല്ലാം എവിടെയാണെന്ന് കാണിക്കുന്ന ചില AI നിർമ്മിത വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. ഇപ്പോഴത്തെ മാടമ്പള്ളി തറവാട്ടിലെ നകുലിനെയും ഗംഗയും കാണാനെത്തുന്ന സണ്ണിയുടെയും ശ്രീദേവിയുടെയും AI വീഡിയോ ആണ് സിനിമാ പ്രേമികളുടെ മനസ്സ് കവരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വൈറലാകുന്ന വീഡിയോ സിഗ്നേച്ചർ ബൈ ആനന്ദ് എന്ന അക്കൗണ്ടാണ് പങ്കുവച്ചിരിക്കുന്നത്. 6 ലക്ഷത്തിലധികം കാഴ്ചകൾ നേടിയ വീഡിയോയ്ക്ക് നിരവധി കമന്റുകളും ലൈക്കുകളും ലഭിച്ചിട്ടുണ്ട്. 32 വർഷങ്ങൾക്ക് ശേഷം മാടമ്പള്ളി തറവാട്ടിലേക്ക് ഒരു തിരിച്ചുവരവ്. നകുലനും ഗംഗയും സണ്ണിയും ശ്രീദേവിയും ചന്തുവും ദാസപ്പനും അങ്ങനെ ഒരിക്കലും നമ്മളെ പേടിപ്പിച്ചും ചിരിപ്പിച്ചും പിടിച്ചിരുത്തിയ ഇന്നും മായാത്ത കഥാപാത്രങ്ങൾ എന്ന ക്യാപ്ഷനോടാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെ മികച്ച സിനിമകൾ ഒന്നായ മണിച്ചിത്രത്താഴിൽ മോഹൻലാലും സുരേഷ് ഗോപി, തിലകൻ, നെടുമുടി വേണു, ഇന്നസെന്റ്, വിനയപ്രസാദ്, സുധീഷ്, KPCC ലളിത തുടങ്ങിയവർ അരങ്ങ് തകർത്തപ്പോൾ ഗംഗയെ നാഗവല്ലിയായി ശോഭന പ്രേക്ഷകരെ അമ്പരിപ്പിക്കുകയും ചെയ്തു. മണിച്ചിത്രത്താഴിലെ പ്രകടനത്തിന് അക്കൊല്ലത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ശോഭനയെ തേടിയെത്തുകയും ചെയ്തു.